ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി, കുവൈറ്റ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ വയനാട്ടിനെ കുറിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നേക്ക് 5 ദിവസമായി അവിടുത്തെ ദുരന്തം നടന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഒരുപാട് ക്യാമ്പുകളിൽ കരയുന്നു. അവർക്ക് ഇപ്പോൾ എല്ലാവരും കൊടുക്കും. അതിന് എല്ലാ ജില്ലക്കാരും എല്ലാവരും അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ സിനിമാ നടന്മാരും അവരും എല്ലാം നമ്മുടെ കേരള മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ബോബി ചൊമ്മണ്ണൂർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സർക്കാരുകൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പൈസ കൊടുക്കുന്നവരും ബോബി ചൊമ്മണ്ണൂർ 100 വീടിനുള്ള സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലപ്പുറത്തൊരു ഇക്കയുണ്ടല്ലോ, എനിക്ക് ആ ഇക്കൻ്റെ പേരെത്ര ഓർമ്മയില്ല, അവർ 50 ഏക്കറ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഈ സിനിമാ നടന്മാരും നടികളും കൊടുത്ത പൈസകളിനെ എത്രയും പെട്ടെന്ന് നമ്മുടെ സർക്കാർ ചെയ്യേണ്ടത് 3 സെൻറ്റ് സെൻറ്റ് അതിൽ എത്രയും പെട്ടെന്ന് എത്ര കുടുംബങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണക്കെടുത്തിട്ട് അത്രയും ഒരു 2 മുറി, ചെറിയ 2 മുറികളാണെങ്കിലും ഒരു കക്കൂസും കുളിമുറിയും അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടിൽ അവരിനെ അവിടെ ചെയ്ത് കഴിഞ്ഞ് അവർക്ക് വേണ്ട വീട്ടിലേക്കുള്ള അത്യാവശ്യമുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങളും കൂടി ചേർത്തിട്ട് എത്രയും പെട്ടെന്ന് വീട് പണി തുടങ്ങി അവരിനെ ഈ ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോകുന്നത്, അവരിനെ ആ വീട്ടിലേക്കായിരിക്കണം അവരിനെ കയറ്റിവിടുന്നത്. ഇപ്പോൾ അവരിൻ്റെ വിഷമം എന്താണെന്ന് പറഞ്ഞാൽ, അവരിൻ്റെ വീട് നഷ്ടപ്പെട്ടു, അവരിൻ്റെ മക്കളും കുട്ടികളും നഷ്ടപ്പെട്ടു, അവരിൻ്റെ എല്ലാവരും നഷ്ടപ്പെട്ട്, സ്വർണം മുതൽ വീട് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവരിൻ്റെ സ്വപ്നങ്ങളെല്ലാം നശിച്ചു പോയി. അവർ ക്യാമ്പിൽ കഴിയുന്നത് ഇതെല്ലാം ഒരു 10 ദിവസമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി ഈ ദുരിതാശ്വാസ ഫണ്ടിൽ തന്നെ ഇപ്പോൾ ഏകദേശം കോടികൾ എത്തിയിട്ടുണ്ട്. ആ കോടികൾ വെച്ച് അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പം തന്നെ 3 സെൻറ്റ് ഭാഗം വെച്ച് അതിന് പട്ടയമുണ്ടാക്കി അതിൽ ഓരോരുത്തർക്കും നിങ്ങൾ ഇത്ര എണ്ണം എന്നുള്ളൊരു വീടങ്ങട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഈ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർക്ക് അവരിൻ്റെ വീടും സ്ഥലവും എല്ലാം കൂടി അവരിൻ്റെ ആധാരവും കൂടിയിട്ട് അവരിൻ്റെ കയ്യിൽ കൊടുത്ത് അവരിനെ ആ വീട്ടിലേക്ക് ആക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അല്ലാതെ ഇനിയും പണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിന്നാൽ പണ്ട് വരെ പണ്ട് ഇങ്ങനെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു പണിയും നടക്കില്ല. പല ആൾക്കാരും പെരുവഴിയാകും. അതുകൊണ്ട് ഇനിയൊരു ദുരന്തം, അതായത് ഈ രക്ഷപ്പെട്ട് വന്ന ജനങ്ങൾക്ക് ഇനിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ, ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും വിഷമം അവരെ ഉണ്ടാക്കാതെ ഇപ്പം തന്നെ അവിടെ ഏതായാലും നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി ഉള്ളത് സർക്കാരും ഇല്ലെങ്കിൽ ഈ സംഘടനകൾ എന്ന് പറയുന്ന ഒരുപാട് പൈസ കൊടുക്കുന്ന ആൾക്കാരായാലും എവിടെയായാലും എത്രയും പെട്ടെന്ന് സ്ഥലങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞ ആൾക്കാർ കൊടുക്കണം. അതിൽ ഓരോ വീട് നിങ്ങൾ ഇന്ന ആൾക്ക് എന്നൊന്നും പറയണ്ട, 3 സെൻറ്റ് അളക്കുക, വീട് പണി എത്രയും പെട്ടെന്ന് തുടങ്ങി ജനങ്ങളെ വെച്ച് അതിന് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞ് ഇനി കരാറ് കൊടുക്കണം, ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊന്നും ചിന്തിക്കാതെ, കരാറ് ഏറ്റവും കുറവിൽ ആരാ എടുക്കുന്ന അവർക്ക് കൊടുക്കുക, ഇതൊന്നും ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കിയിട്ട് അവരിനെ ഈ ക്യാമ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നത് അവർക്ക് കൊടുക്കുന്ന ആ ഭവനത്തിലേക്കായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മുടെ കേരള സർക്കാരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് തുടങ്ങണം. ഇനി അത് തുടങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ അതായത് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന മനസ്സിൽ ഇനി അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇത് എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം. ഓക്കെ, ബൈ.